കുറച്ച് ഭാഗമാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത്. രാമ 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 രാമ. ഇതിൽ രാവണ കുംഭകർണ സംഭാഷണമാണ് ഞാനിപ്പോൾ ഇവിടെ വായിക്കാൻ പോകുന്നത്. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുമാഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഉടമോദവും നിജപീഠമതിലെ അതിന്മേലിരുത്തി ദശാസ്യനും വൃത്താന്തമെല്ലാം അവരജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ ഈശ്വരനോടു ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴുകെന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽപ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടു കിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേക സ്വരൂപനാം ശ്രീരാമൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായവൾ തവ നാശം വരുത്തുവാൻ മോഹേന നാദവേദം കേട്ടു ചെന്നുടൻ. ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു. താനേ ബളിശം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു. ശലഭങ്ങൾ മഗ്നയായി മൃത്യു ഭവിക്കുന്നതിവണ്ണം ജാനകിയെ കണ്ടു മോഹിക്ക കാരണം. വിനാശം ഭുവാനും അകപ്പെടും നല്ലതല്ലേതുമേ എനിക്കെന്നത് നല്ലതല്ലെന്നതുമിനിക്കെന്നതുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നതെന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്യതിൽ കാരണം. ചൊല്ലുവൻ മുന്നും കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീർക്കരുതാർക്കുമേ. ശാസനയാലു മടങ്ങുകയില്ലിതു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും. വിജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ കാട്ടിയതെല്ലാം അപനയം നീയതു നാട്ടിലുള്ളോർക്കു ആപത്തിനായി നിർണയം. ഞാനിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടുന്നു. നീ മാനസേ ഖേദമുണ്ടാകരുതേതുമേ. ദേഹത്തിനന്തരം വന്നുപോം മുന്നമേ. മോഹിച്ചതാ അഹന്ത സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്കു വംശനാം പുരുഷൻ വന്നീടുമാപത്തു നിർണയം ഓർത്തു കാൺ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവിന്ദ്രജിത്തും പറഞ്ഞിടിനാൻ. ആദരാൽ മനുഷ്യനാകിയ രാവനെയും മറ്റു വാനരന്മാരെയും ഒടുക്കി ഞാൻ അനുജ്ഞയെ ചെയ്കിലേ എന്ന അശരാധീശ്വരനോടു ചൊല്ലിനാൻ. രാവണ വിഭീഷണ സംഭാഷണം. അന്നേരമാഗതമായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തിരുത്തി ദശാനൻ ചൊന്നവനോടു പത്യം വിഭീഷണൻ. രാക്ഷസാധീശ്വര വീരാദനാശന ദശാനന കേൾക്കണമെന്നുടെ വാക്കുകൾ ഇന്നു നീ. നല്ലതു ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോട് ഉള്ള ബുധജനം. കല്യാണമെന്തോ കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോട് ഈ ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപാ. മത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനും സുപ്തഘനയജ്ഞാന്തകാദികളും തഥാ കുംഭകർണൻ ജംബുമാലി പ്രജംഗനും കുംഭൻ നികുംഭനകമ്പൻ കമ്പനൻ
വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭഹനു ത്രിശിരസതികായകനും ശിരസതികായനും ദേവാന്തകനും നരാന്തകനും മറ്റും ദേവാരികൾ വൃഷ്ട വജ്രദം സ്ട്രാദീ വീരരും രൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ ശങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനു മാമല്ലവനോടോ നേരെ പൊരുതു ജയിപ്പതീനാരുമേ ശ്രീരാമനോടു കരുത്തായ ഐക മാനസേ ശ്രീരാമനായനു മനുഷ്യനല്ല കേളാരെന്നറിവാനു ഒരുവനും ദേവേന്ദ്രനുമല്ല വന്യയുമല്ലവൻ വൈവസ്വതനും നിര്യത്രിയുമല്ല കേൾപാശിയുമല്ല ജഗൽ പ്രാണനല്ല വിത്തേശനുമല്ല വനീശാനനുമല്ല വേദാവുമല്ല ഭുജംഗാധിപനുമല്ല വസുക്കളുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതി ലയകാരണൻ മുന്നും ഹിരാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുമാം വീരനെ ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടിനാൻ കൊന്നാൻ രൂപത്തോടു തുടരാമനായി മന്നവനെ അസുരാംശമാകയാൽ അസുരരെയൊക്കെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെയൊടുക്കുവാൻ എന്നറിഞ്ഞിടുക നീ സത്യസങ്കല്പമാം ഈശ്വരൻ തന്മതം വിദ്യയായി വന്നുകൂടാ എന്നു നിർണയം എങ്കിലെന്തു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിലോ ചൊല്ലിടും അവൻ സേവിപ്പവർക്ക് ഭയത്തെ കൊടുപ്പൊരു ദേവനൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആസിതവത്സനാമംബുജലോചന ഈശ്വര നിന്നിര വല്ലവൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പാദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ മൈഥിലി ദേവിയെ കൊണ്ടേ കൊടുത്തു തൽപദാംബുജത്തിൽ നമസ്കരിച്ചിടുക ആശു രക്ഷിക്കെന്നു ചൊല്ലിനാൻ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻപദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും കാടകം പൂക്ക നേരത്തതിബാലകൻ താടകയെ കൊല ചെയ്താനൊരുമ്പിനാൽ കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹു മുഖ്യന്മാർക്കു നൽകിനാൻ തൃക്കാലടി വെച്ചു കല്ലാമഹല്യക്കു ദുഷ്കൃതമെല്ലാം മുടുക്കിയതോർക്കുക. ത്രയംബകം വില്ലു ഗണ്ണിച്ചു സീതയാ മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മധ്യേ കുടാരായ ആയുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം. പിന്നെ വിരാതനെ കൊന്നു കളഞ്ഞതും ചെന്നകരാദികൾ